മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയില്ല. കാരണം മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഖത്തറാണ്. ഖത്തറിനെ ഇസ്രായേൽ ഇനി അംഗീകരിക്കില്ല. ഖത്തറിനെ കയറി ആക്രമിച്ചതുകൊണ്ട് തന്നെ ഖത്തർ വളരെ വികാരഭരിതരാണ്. അവർ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഖത്തർ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം വിളിച്ചു. GCC രാജ്യങ്ങൾ മാത്രമല്ല, അറബ് ലീഗിലെ രാജ്യങ്ങളെ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന വലിയ സംഘടനയിലെ രാജ്യങ്ങളടക്കം ഏതാണ്ട് 60-ലധികം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു തിങ്കളാഴ്ച. എന്നിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു. തുർക്കിയും ഇറാനും സൗദി അറേബ്യയും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ല. ആ യോഗമുണ്ടായിട്ടും പ്രതിഷേധമുണ്ടായിട്ടും ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലിന്റെ മുമ്പിലുള്ള വഴി അവരുടെ സുരക്ഷയാണ്. അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വിഘാതം ഹമാസ് ആണ്. ഹമാസിനെ തള്ളിപ്പറയുക, ഹമാസ് ആയുധം വയ്ക്കുക, തടവുകാരെ വിട്ടയക്കുക, ഇത് മാത്രമാണ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ അമേരിക്കയ്ക്കും യോജിക്കാതിരിക്കാൻ കഴിയില്ല. ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണെന്ന് ഫലസ്തീന്റെ പുതിയൊരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ അതൊന്നും ഗൗനിക്കുന്നില്ല. വംശഹത്യ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ജൂതന്മാർ പരമ്പരാഗതമായി വംശഹത്യക്ക് ഇരയാവുന്നത് കൊണ്ടാണ്. ഇപ്പോഴും ആ വംശഹത്യ വികാരം അറബ് രാജ്യങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഒക്ടോബർ 7-ന് നിരപരാധികളായി ഞങ്ങളുടെ 1200 പേരുടെ ജീവൻ എടുത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ 48 പേർ ഇപ്പോഴും ഈ ഹമാസ് ഭീകരരുടെ തടവിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു പോവുകയാണ്. അവരെ ബാധിക്കുന്നില്ല. അമേരിക്കയും പറയുന്നു, നിങ്ങൾ തടവിൽ വെച്ചിരിക്കുന്ന 48 പേരെ, ജീവനുള്ളവരും ഇല്ലാത്തവരുമായ 48 പേരെ വിട്ടയക്കൂ. ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാൻ പറയൂ. നമുക്ക് ചർച്ച നടത്താം, നമുക്ക് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും എന്ന് ഇസ്രായേൽ പറയുന്നു. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇസ്രായേലിന്റെ ആ ഭാഗ ന്യായമാണ്. ഇസ്രായേലിന്റെ 48 പേർ ഇപ്പോഴും ഹമാസിന് തടവറയിലാണ്. 2 വർഷമായി അവർ എല്ലും തോലുമായി കഴിയുന്നു. അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 വർഷമായി തടവിൽ കഴിയും. അവരിൽ പലർക്കും ഭക്ഷണമില്ല. അവരുടെ ജീവിതം എങ്ങനെയാണ് വിലപേശാൻ വേണ്ടി പലരും കൊല്ലപ്പെട്ടിരിക്കും. അങ്ങനെ തടവിൽ കഴിയുന്ന ഈ 48 പേരെ വിട്ടയക്കാതെ സമാധാനം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആയുധം താഴെ വയ്ക്കാതെ ഹമാസിനോട് സന്ധി ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ആദ്യത്തെ പ്രശ്ന പരിഹാരം അതാണ്. പക്ഷേ അതുകൊണ്ട് ഗാസയിലെ ജനങ്ങൾ എന്തു ചെയ്യും എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ഗാസയിലെ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഹമാസ് എന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ തമ്മിൽ അവരുടെ ഈഗോ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും? അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അമേരിക്കയും ഖത്തറും സൗദി അറേബ്യയും UAEയും ഒക്കെ ഒരുമിച്ച് നിലപാടെടുക്കേണ്ടത് ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാനാണ്. അവരെ ബലിയാടാക്കി, ഇരയാക്കി ഇസ്ലാമിക ഭീകരവാദം വളർത്താൻ ആരൊക്കെ അജണ്ട ഇട്ടാലും അതിന് വഴങ്ങിക്കൊടുക്കരുത്. ഒരു നിരപരാധിയായ ഗാസക്കാരൻ പോലും മരിക്കരുത്.